title for the message is Finding Grace, as we were singing about grace. ആമേൻ. നാം കൃപയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നല്ലോ, കൃപ കണ്ടെത്തുക. Amen. ആമേൻ. So we are finding grace. ഈ ഒരു കൃപ നാം കണ്ടെത്തുകയാണ്. Quickly want to get into the word. വേഗത്തിൽ ഈ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. Genesis, the book of Genesis, chapter 6, verse 5 till 8. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. Can we read it all together? ഓർക്കെ നമുക്ക് ചേർന്ന് വായിക്കാം. Then the Lord saw that the wickedness of man was great in the earth, and that every intent of the thoughts of his heart was only evil continually. And the Lord was sorry that he has made man on the earth, and he has grieved in his heart. So the Lord said, I will destroy man, whom I have created from the face of the earth, both man and the beast, creeping things and the bird of the air, and I'm sorry that I have made them. Verse 8, loud and clear. 8-ാം വാക്യം ഉറക്കെ നമുക്ക് ശക്തിയോടെ വായിക്കാം. But Noah found grace in the eyes of the Lord. Amen. Amen. Let's read this in Malayalam too. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയുള്ള മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. Amen. Amen. So Noah found grace in the eyes of the Lord. One more verse, I will go with that. Hebrews chapter 4, verse 15 and 16, and let's read together. For we do not, come on, a little louder, help me out. For we do not have a high priest who cannot sympathize with our weaknesses, but was in all points tempted as we are, yet without sin. Let us therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in the time of need. I am talking about finding grace. Amen. കൃപ കണ്ടെത്തുന്നതിനെ കുറിച്ച് ഇന്ന് പകൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Amen. Amen. You know the situation in Genesis. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള സാഹചര്യം പശ്ചാത്തലം നമുക്ക് There was നന്നായി a time when people were so wicked. ആമേൻ. ജനം വളരെ ദുഷ്ടത നിറഞ്ഞ ഒരു സമയമായി. They have devised all kind of sins on the face of earth. ഭൂമിയുടെ പരമുഖത്ത് സകലവിധമാകുന്ന പാപവും അവർ ചെയ്യുവാനിടയായി. All kind of infirmities. സകലവിധമായ ദോഷവും അവർ ചെയ്യുവാനിടയായി. Every kind of wickedness that you can imagine. നമുക്ക് ചിന്തിക്കാവുന്ന സകല ക്രൂരതയും അവർ ചെയ്യുവാനിടയായി. Every kind of sins that you can even fathom. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള സകല പാപവും അവർ ചെയ്യുവാനിടയായി. People were involved in that. അതിൽ ജനം ഉൾപ്പെട്ടിരുന്നു. The wickedness was so big. അവരുടെ ദുഷ്ടത വളരെ അധികമായിരുന്നു. It was so high. അത് വളരെ ഉയർന്നിരിക്കുകയായിരുന്നു. Bible says God repented. ആമേൻ. അത് കണ്ട് ദൈവം ദുഃഖിക്കുവാനിടയായി. God is grieving. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാവാനിടയായി. He even repented. Why did even I created human beings? ഞാൻ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഓർത്ത് അനുദപിക്കുവാനിടയായി. So he said, I cannot even have a contact with these guys. എനിക്ക് ഈ ജനത്തോടൊന്ന് സംസാരിക്കുവാൻ പോലും കഴിയുന്നില്ലല്ലോ. They are so unholy. അവർ വളരെ അശുദ്ധി നിറഞ്ഞവരാണ്. I am so holy. ഞാൻ വളരെ ശുദ്ധിയുള്ളവനാണ്. So the best thing is to just eradicate. അതുകൊണ്ട് ഏറ്റവും നല്ലത് അവരെ ഭൂമിയുടെ പരമോത്ത് മായ്ച്ചു കളയുക. Completely wash them out. അവൻ പൂർണ്ണമായി അവരെ കൊന്നുകളയുക. And then God said, എന്നിട്ട് ദൈവം പറഞ്ഞു, not just man. അവൻ മനുഷ്യ മാത്രമല്ല, all the beasts, അവൻ മൃഗജാതികളും, wild animals, അവൻ എല്ലാ കാട്ടുജന്തുക്കളും, all reptiles, അവൻ എല്ലാ ഇഴജാതികളും, every kind of birds, എല്ലാ പറവകളും, they all will be destroyed. അവരെ എല്ലാം മുടിപ്പിച്ചു കളയുവാനാണ് God decided. ദൈവം തീരുമാനിച്ചു, I am going to destroy them. ഞാൻ അതിനെ തകർത്തു കളയാൻ പോകുകയാണ്. But Bible says, പക്ഷേ വചനം പറയുന്നു, in the midst of all these things, ഇതെല്ലാം സംഭവിക്കുന്നതിന് on നടുവിലും one side anger of God, ഒരു വശത്ത് ദൈവത്തിന്റെ കോപം ഉയരുമ്പോൾ, one side holy anger of God, അവൻ ദൈവത്തിന്റെ വിശുദ്ധ കോപം ഉയരുമ്പോൾ, one side the standard of holiness, അവൻ ഒരു
ഭാഗത്താണെങ്കിൽ വിശുദ്ധിയുടെ ഒരു സ്റ്റാൻഡേർഡ്, but in the other hand, പക്ഷേ മറുവശത്ത് Bible says വചനം പറയുന്നു God had grace on Noah and family. ആമേൻ, നോഹയുടെ ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനിടയായി. I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, even in Old Testament, പഴയ നിയമത്തിലും when we don't know anything about Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് ഒന്നും അറിയാതിരിക്കുമ്പോഴും, In Old Testament we don't know anything about the crucifixion. ആമേൻ, ക്രൂശീകരണത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. Even without that, അത് ഇല്ലാതിരിക്കുമ്പോഴും still God was gracious. അവിടെയും ദൈവം കൃപാലുവാണ്. Still God was gracious. അവിടെ ദൈവം കൃപാലുവാണ്. God was knowing someone's heartbeat. അവൻ ദൈവത്തിന് ചില ഹൃദയടിപ്പുകൾ നന്നായി അറിയാമായിരുന്നു. Heartbeat that was beating for the Lord. ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ചില ഹൃദയങ്ങളെ മനസ്സിലാക്കി. Because of grace upon Noah. ആമേൻ, നോഹയുടെ കൃപ ലഭിച്ചതുകൊണ്ട് Bible says വചനം പറയുന്നു, even God who decided to destroy the whole earth, സകല ഭൂമിയിലുള്ള സകലതിനെ തകർത്തു കളയാൻ തീരുമാനിച്ച ദൈവം, that God said, ആ ദൈവം പറഞ്ഞു, I will do something in this. ആമേൻ, ഇതിന് നടുവിൽ ഞാൻ മറ്റൊന്ന് ചെയ്യാൻ I will പോവുകയാണ്. bring a solution to this. ഇതിന് ഒരു പരിഹാരം കൊണ്ടുവരാൻ Because പോവുകയാണ്. of one man called Noah. കാരണം നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം. I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, when the majority is going below, ആമേൻ, മെജോറിറ്റി വളരെ മോശമായി even പോകുമ്പോൾ, in your house, നിങ്ങളുടെ ഭവനത്തിനുള്ള when you see a majority of the people going away, ഒരു വലിയ ശതമാനം വിട്ടുപോകുന്നത് കാണുമ്പോൾ, when in your family, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, in your church, നിങ്ങളുടെ സഭയിലായിക്കൊള്ളട്ടെ, in this world, അവൻ ഈ ലോകത്തിലായിക്കൊള്ളട്ടെ, many of them are getting away. ഒരു ഭൂരിപക്ഷം വിട്ടുപോകുന്ന സമയമാകുമ്പോൾ, Many of them don't believe in God anymore. അനേകർ ദൈവത്തിൽ ഇനി വിശ്വസിക്കാതിരിക്കുമ്പോഴും, Wickedness is going up. ആമേൻ, വിക്കറ്റ്നെസ് ഒക്കെ വർദ്ധിക്കുമ്പോഴും, Norms are changing. ആമേൻ, സകല രീതികളൊക്കെ മാറുമ്പോഴും, What was sin 20 years back, 20 വർഷം മുമ്പേ പാപമായിരുന്നത് today it's no longer sin. ഇന്നത് ഒരിക്കലും പാപമായില്ല. What was holiness 20 years back, 20 വർഷം മുമ്പ് വിശുദ്ധിയായിരുന്നത് എന്തോ it's no more holiness now. അതിപ്പോൾ വിശുദ്ധിയായി കണക്കാക്കുന്നില്ല. 2000 years ago, what was worship, 2000 വർഷങ്ങൾ മുമ്പ് എന്താണോ ആരാധിച്ചത്, that is no more worship today. ഇന്ന് അത് ആരും ആരാധിക്കുന്നില്ല. 2000 years ago, what was the standard of holiness, ആമേൻ, വിശുദ്ധിയുടെ ക്രമം 2000 വർഷങ്ങളും it's എന്താണോ, no more the holiness of standard now. ആമേൻ, ഇന്ന് ആ ക്രമം ഒന്നുമല്ല വിശുദ്ധിക്ക്. But the word of God says, പക്ഷേ വചനം വിളിച്ചു പറയുന്നു, even though the world is turning over, ലോകം മുഴുവനായി കീഴ്മ when മറിഞ്ഞാലും, everything is going negative, സകലതും നെഗറ്റീവായി മാറുമ്പോൾ, I want to remind to somebody, ഒരു ആളോട് വിളിച്ചു പറയട്ടെ, somebody who is praying, പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട്, somebody who is fasting, ഉപവസിക്കുന്ന വ്യക്തിയോട്, somebody who is close to God, ദൈവത്തോട് അടുത്തിരിക്കുന്നവരോട്, somebody who is waiting for the hand of God, ദൈവത്തിന്റെ കരം ചലിക്കുന്നവരെ somebody who കാത്തിരിക്കുന്നവരോട്, is proclaiming God, ദൈവത്തെ വിളിച്ചു പറയുന്നവരോട്, somebody who is declaring God. ദൈവത്തെ കുറിച്ച് വിളിച്ചു I want to പറയുന്നവരോട്, let you know, നിങ്ങളോട് ഞാൻ പറയട്ടെ, there is a grace. ആമേൻ, ഒരു കൃപ That is നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. still there is a grace. ഇന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു No കൃപയുണ്ട്. matter who believe or not, ആര് no വിശ്വസിച്ചാലും matter somebody stands with you or not, നിങ്ങളോട് ആരും നിന്നാലും but ഇല്ലെങ്കിലും, there is a grace. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു There കൃപയുണ്ട്. is a grace. ഒരു കൃപയുണ്ട്. God says, ദൈവം പറയുന്നു, you will find grace. നിങ്ങൾ കൃപ കണ്ടെത്തും. And remember one thing, ഒരു കാര്യം ഓർത്തു because of one Noah, ഒരു നോഹ മുഖാന്തരം, because of one ഒരു Noah, നോഹ that മുഖാന്തരം, generation from that day ആ ദിവസം മുതലുള്ള up തലമുറകൾ, to this day, ഇന്ന് വരെയുള്ള തലമുറ, everyone finds a grace. എല്ലാവരും ആ കൃപ കണ്ടെത്തും. Somebody need to praise എത്ര God. പേർക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ I want to കഴിയും? tell somebody today, ആരോടോ ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, because of one person in that family, ആമേൻ, കുടുംബത്തിലുള്ള ഒരു വ്യക്തി മുഖാന്തരം, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി മുഖാന്തരം, just of that one person who ഒരു prays, കരയുന്ന വ്യക്തി മുഖാന്തരം, because of that one person who sheds ഒരു tears, ഉപവസിക്കുന്ന വ്യക്തി just മുഖാന്തരം, because of that one person who സഭയ്ക്കകത്ത് fasts, ഒരു വിശുദ്ധൻ മുഖാന്തരം, just because of one holy person in the church, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ one മുഖാന്തരം, prayerful man, ദൈവം സകലത്തിനു മേലും amen, above everything God, ദൈവത്തിന്റെ കരം ചലിപ്പിക്കുമെന്ന് he would move his ഈ hand പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ over the prayer ഇന്ന് ഒരു വിടുതൽ കർത്താവ് അയക്കുമെന്ന് God will surely send ഞാൻ the answer ദൈവനാമത്തിൽ today. പറഞ്ഞാൽ If I declare it this morning, വിശ്വസിക്കപ്പെടുന്ന കരങ്ങൾ ഉയർത്തി how സ്തോത്രം many of ചെയ്യാമോ? you can believe and lift up your hands and worship Hallelujah. God? Hallelujah. No matter how many unbelieving people are there, എത്ര അവിശ്വാസികൾ ഉണ്ടെങ്കിലും, there may be unbelieving people, ആമേൻ, വിശ്വസിക്കാത്ത ഒരുപാടുണ്ടെങ്കിലും, cursing people, ആമേൻ, ശപിക്കുന്നവരുണ്ടെങ്കിലും, lying people, നുണ പറയുന്നവരുണ്ടെങ്കിലും, conspiring people, നിനക്കായി രൂപങ്ങൾ doubtful people, സംശയത്തിലിരിക്കുന്നവരും, confusing people. ആമേൻ, സംശയത്തിലായിരിക്കുന്നവരും, But in the midst of all this, പക്ഷേ അതിന്റെ ഒക്കെ നടുവിലും, but Noah found grace. എങ്കിലും നോഹ ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനിടയായി. I was so blessed when I heard a testimony last week. ആമേൻ, കഴിഞ്ഞ ആഴ്ച ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് Our സന്തോഷിക്കുവാനിടയായി. Molly Mama came. Molly Mama means I'm talking about Joji Chan's wife, Molly Mama. ആമേൻ, ജോജി ചാന്റെ ഭാര്യയായ മോളി മാമയെ കുറിച്ചാണ് പറയുന്നത്. And Molly Mama came here and she told me one thing. ആമേൻ, മോളി മാമ എന്റെ അടുക്കൽ വന്ന ഒരു I കാര്യം പറഞ്ഞു. was very much aware of what she was going through. ആമേൻ, താൻ കടന്നു പോകുന്ന സാഹചര്യം എനിക്ക് നന്നായി അറിയായിരുന്നു. For almost like a year,
She went through ear infection, and ear infection went so bad that she lost her hearing capability, and also she had issues with balancing, and she was completely going through a rough phase. ആമേൻ. കാതിലുള്ള ഒരു ഇൻഫെക്ഷൻ മുഖാന്തരം കേൾവി ശക്തി അത് ഏകദേശം നഷ്ടപ്പെടുവാനിടയായി. അതുകൊണ്ടുള്ള പല ബാലൻസ് ഇഷ്യൂസ് എല്ലാം തന്റെ ജീവിതത്തിൽ വരുവാനിടയായി. Very uncomfortable. വളരെ അസ്വസ്ഥമായ ഒരു സാഹചര്യമാണ്. Every time I listen when I'm preaching from here. ആമേൻ. ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെയും Sometimes I'm so loud. ആമേൻ, ഞാൻ ചിലപ്പോൾ ഉച്ചത്തിൽ പറയും. And I always have seen that. ആമേൻ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. One hand is upon her ear. ആമേൻ, ഒരു കൈ എപ്പോഴും തന്റെ ഒരു കാതിലാണ്. And I could feel that pain. ആമേൻ, ആ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. And we were continuously praying for that. നാം ആ വിഷയത്തിന് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. And I started declaring it. ഞാൻ അത് വിളിച്ച് പ്രഖ്യാപിക്കുവാനിടയായി. No matter how long I have to do that, എത്ര നാൾ ഞാൻ ഇത് I ചെയ്യേണ്ടി will വന്നാലും continue to pray. ഞാൻ തുടർമാനമായി അത് I will പ്രാർത്ഥിക്കുന്നു. continue to speak. ആമേൻ, ഞാൻ തുടർമാനമായി അത് And every time പറഞ്ഞുകൊണ്ടിരിക്കും. from the pulpit when I was speaking for sick people, ആമേൻ, രോഗികൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ I have many pictures in my eyes. എന്റെ ഹൃദയദൃഷ്ടിയിൽ ഒരുപാട് പേരെ കണ്ടുകൊണ്ടാണ്. I speak, when I speak healing, I speak seeing many people. ആമേൻ, എന്റെ ഹൃദയത്തിൽ ഒരുപാട് പേരുടെ മുഖം കണ്ടുകൊണ്ടാണ് ഞാൻ She was പ്രാർത്ഥിക്കുന്നത്. always in that picture. ആമേൻ, ആ ഒരു ചിത്രത്തിൽ തന്റെ And every time I മുഖമുണ്ട്. meet, I ask, Mama, how is it? ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. And she will say, no, nothing is happening. Still I'm there. Still I'm going on. Still I'm going with that. ആമേൻ, എപ്പോഴും എന്നോട് പറയും ഒന്നും തന്നെ മാറിയിട്ടില്ല, ഇപ്പോഴും ആ വേദന എനിക്കുണ്ട്. Definitely it breaks my heart. ആമേൻ, എപ്പോഴും അതിന്റെ ഹൃദയം But നൊമ്പരപ്പെടുത്തിയിരുന്നു. I didn't stop declaring. പക്ഷേ ഞാൻ വിളിച്ചു പറയുന്നത് നിർത്തിയില്ല. I didn't stop declaring. ഞാൻ വിളിച്ചു പറയുന്നത് നിർത്തിയില്ല. Last week, കഴിഞ്ഞ ആഴ്ച she came up and said, എന്റെ അടുക്കിലേക്ക് വന്നു പറഞ്ഞു, Pastor, I'm 100% healed. പാസ്റ്ററെ, ഞാൻ 100% I'm 100% healed. 100% It's been സൗഖ്യമായി. 1 year. It's been 1 year. ഒരു വർഷമായിരുന്നു. I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു God പറയട്ടെ, is still working. ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. 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 Praise God. Praise the Lord. And I want to let you know ആമേൻ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു that this പറയട്ടെ, God is still here. ആ ദൈവം ഇന്നും നമ്മുടെ നടുവിലുണ്ട്. I was hearing another testimony last week. മറ്റൊരു സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച കേൾക്കുകയായിരുന്നു. And one sister came to me ഒരു സഹോദരി എന്റെ അടുക്കിലേക്ക് and വന്നു. she told me എന്നിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, very privately, ആമേൻ, വളരെ സ്വകാര്യമായി പറഞ്ഞു, she's been going through a rough phase of life. ആമേൻ, തന്റെ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു And she said, Pastor, പാസ്റ്ററെ, as you were declaring, ആമേൻ, അങ്ങ് വിളിച്ചു പറഞ്ഞപ്പോൾ, as you were declaring, അങ്ങ് വിളിച്ചു പറഞ്ഞ something സമയത്ത് happened in my body. എന്റെ ശരീരത്തിൽ എന്തോ വ്യത്യാസം I am വന്നു. healed. ഞാൻ സൗഖ്യമായിരിക്കുന്നു. I am healed. ഞാൻ I സൗഖ്യമായിരിക്കുന്നു. am going to doctor ഞാൻ ഡോക്ടറിന്റെ അടുക്കിലേക്ക് പോകുകയാണ്. and I will see the difference. ഞാൻ ആ വ്യത്യാസം തീർച്ചയായും And then കാണും. after a few days, എന്നിട്ട് അല്പ ദിവസങ്ങൾക്ക് ശേഷം I heard that she got a report ആമേൻ, റിപ്പോർട്ട് ലഭിച്ചു എന്ന് ഞാൻ that God has healed her. ദൈവം പൂർണ്ണമായി I want to let the church know, സഭയോട് ഞാൻ വിളിച്ചു when you get പറയട്ടെ, healed, നിങ്ങൾ don't സൗഖ്യമാകുമ്പോൾ keep it private. ആമേൻ, അത് സ്വകാര്യമായി Don't keep വെക്കാനല്ല, it private. അത് സ്വകാര്യമാക്കാനല്ല. This is the grace of God. ഇത് ദൈവത്തിന്റെ There's കൃപയാണ്. so many people, ആമേൻ, ഒരുപാട് പേർ, out of so many people, ആമേൻ, ഒരുപാട് പേർ when you find grace നിങ്ങൾ കൃപ ലഭിക്കുമ്പോൾ for a healing, ഒരു സൗഖ്യത്തിൽ let that be a public testimony. അത് തുടർത്ത് പ്രഖ്യാപിക്കുക. Hallelujah. Hallelujah. How many of you expect today എത്ര പേർ ഇന്ന് ആഗ്രഹിക്കുന്നു that God is doing this thing? ദൈവം ഇപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്? There was another one brother. ആമേൻ, മറ്റൊരു സഹോദരൻ Right ഉണ്ടായിരുന്നു. now he is sitting over here. ആമേൻ, ഇപ്പോൾ നമ്മുടെ നടുവിലിരിപ്പുണ്ട്. Went through rough phase of his life. തന്റെ ജീവിതത്തിലും കഷ്ടതയിൽ കൂടി കടന്നുപോയി. The skin was so bad. ആമേൻ, തന്റെ ത്വക്ക് വളരെ മോശമായിരുന്നു. They thought it's eczema or no matter what's that. ആമേൻ, ഡോക്ടർമാരോ താനോ വിചാരിച്ചത് എക്സിമയാണോ എന്താണ് Was ഈ not വിഷയം? able to walk. ആമേൻ, നടക്കാൻ പോലും Cannot കഴിയുകയില്ലായിരുന്നു. even wear shoes. ആമേൻ, ഷൂ ഇടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. Tried several shoes. ആമേൻ, ഒരുപാട് വ്യത്യസ്ത ഷൂകൾ ധരിച്ചു നോക്കി. Nothing was happening. ഒന്നും നടന്നില്ല. We were praying. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. Every time we go there and we pray. നമ്മൾ പലപ്പോഴും അവിടെ പോയി പ്രാർത്ഥിച്ചു. And there was one time ഒരു സമയത്ത് I heard this. ഞാൻ ഇപ്രകാരം കേട്ടു. Pastor, that day that you prayed, ആമേൻ, ആ ദിവസം അങ്ങ് it's not about who prayed. ആര് പ്രാർത്ഥിച്ചെന്നല്ല, Everybody were praying. നമ്മൾ എല്ലാവരും They were പ്രാർത്ഥിക്കുകയും, praying. ആമേൻ, എല്ലാവരും And after one visit, ഒരു വിസിറ്റിന് ശേഷം they said we could see the difference. ആമേൻ, വ്യത്യാസം ഞങ്ങൾ The കണ്ടു skin തുടങ്ങി. started changing up. ആമേൻ, ത്വക്ക് മാറാൻ The തുടങ്ങി. skin started changing up. ത്വക്ക് മാറാൻ തുടങ്ങി. What they thought as eczema, ആമേൻ, എക്സിമയാന്ന് there വിചാരിച്ചത്. are also some weird names. I don't want to say that name ആമേൻ, even. മറ്റ് പല രോഗത്തിന്റെ പേരുകൾ പറയുവാൻ I don't want even to say that അത് name. പറയുവാൻ ഞാൻ What I ആഗ്രഹിക്കുന്നില്ല.
want to tell you, പക്ഷേ ഒരു കാര്യം ഞാൻ it പറയട്ടെ, is completely healed. ആമേൻ, ഇത് പൂർണ്ണമായി In the name of Jesus. യേശുവിൻ I want to നാമത്തിൽ let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, people, somebody need to believe this. ആമേൻ, ഇന്ന് പലരും വിശ്വസിക്കേണ്ട If God ആവശ്യമാണ്. can work for that brother, ആ ഒരു സഹോദരനെ ദൈവം if God can work for പ്രവർത്തിക്കാമെങ്കിൽ, the other sister, മറ്റു സഹോദരിക്ക് if വേണ്ടി God can work for പ്രവർത്തിക്കാമെങ്കിൽ, this auntie, അവൻ ഈ ഒരു ആന്റിക്ക് വേണ്ടി somebody need to പ്രവർത്തിക്കാമെങ്കിൽ, find grace today. ഇന്ന് പകൽക്കാലം എത്ര പേർ Our God is still in the business. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. God is still in the business. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. Hallelujah. Hallelujah. Some of those closed wombs, ആമേൻ, നിങ്ങളെ അടയ്ക്കപ്പെട്ട ഉദരങ്ങൾ, some of those closed wombs, അടയ്ക്കപ്പെട്ട in ഉദരങ്ങൾ, the name of Jesus, യേശുവിൻ നാമത്തിൽ I pray, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray, ഞാൻ let പ്രാർത്ഥിക്കുകയാണ്. them find grace. അവർ കൃപ കണ്ടെത്തട്ടെ. Let them find grace. അവർ കൃപ കണ്ടെത്തട്ടെ. Let the closed wombs be open. അടഞ്ഞ ഉദരങ്ങൾ തുറന്നു വരട്ടെ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Somebody need to give big hand to the എത്ര Lord. പേർക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ And മഹത്വപ്പെടുത്താൻ remember കഴിയും? one thing. ഒരു കാര്യം We ഓർത്തുകൊള്ളുക, have a high priest. നമുക്കൊരു We മഹാപുരോഹിതനുണ്ട്. have a high priest. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. Amen. ആമേൻ. And this high priest can sympathize with us. ആമേൻ. നമ്മളോട് മനസ്സലിയുവാൻ കഴിയുന്ന ഒരു He മഹാപുരോഹിതൻ knows our needs. നമ്മുടെ ആവശ്യങ്ങൾ നന്നായി He അറിയുന്നു. knows our weakness. നമ്മുടെ ബലഹീനത He നന്നായി knows അറിയുന്നു. our pain. നമ്മുടെ വേദന നന്നായി He അറിയുന്നു. knows our disappointment. നമ്മുടെ നിരാശ നന്നായി അറിയുന്നു. You know why he knows? ആമേൻ. എന്തുകൊണ്ട് അറിയാമെന്ന് He has പറയുന്നു? gone through every single കാരണം thing. അതിൽ കൂടി എല്ലാം താനും He went through കടന്നുപോയതാണ്. every single thing. അതിൽ കൂടി എല്ലാം താനും കടന്നുപോയതാണ്. The Bible says, വചനം വിളിച്ചു when you പറയുന്നു, go through tough situations, നിങ്ങൾ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ go to him. അവൻ അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. Go to him. അവന്റെ അടുക്കിലേക്ക് He ചെല്ലുക. is still seated upon the throne. ഇന്നും സിംഹാസനത്തിലായിരിക്കുന്ന He is ദൈവം. still upon the throne. ഇന്നും സിംഹാസനായിരിക്കുന്ന You will ദൈവം. obtain mercy. ആമേൻ. അവിടെ നിങ്ങൾക്ക് കൃപ ലഭിക്കും. If you don't obtain mercy, ആമേൻ. നിങ്ങൾക്ക് ആ കരുണ ലഭിച്ചില്ലെങ്കിൽ, then you obtain. ആമേൻ, Grace. അപ്പോൾ നിങ്ങൾക്ക് കൃപ ലഭിക്കും. You know that mercy and grace are two different things, right? ആമേൻ. കരുണയും കൃപയും രണ്ട് വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാമോ? Right? ആമേൻ. You know that, right? അത് നിങ്ങൾക്കറിയാമല്ലോ. Amen. ആമേൻ. So, not going over there, otherwise I will go far. ആമേൻ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. I want to talk three important things today. മൂന്ന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയട്ടെ. Number one, ഒന്നാമതായി, clouds are real. ആമേൻ, മേഘങ്ങൾ യാഥാർത്ഥ്യമാണ്. Clouds are very real. മേഘങ്ങൾ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമുള്ളതാണ്. What are your clouds? നിങ്ങളുടെ മേഘങ്ങൾ എന്താണ്? When I say Noah found grace, ആമേൻ, നോഹ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ what does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Many people got that one. ആമേൻ, ഒരുപാട് പേർക്ക് അത് മനസ്സിലാവാനിടയായി. So, clouds are something that are always there on earth. ആമേൻ, ഭൂമിയിൽ എപ്പോഴുമുള്ള ഒരു വസ്തുതയാണ് മേഘങ്ങൾ. Clouds are of different kinds. ആമേൻ, പല വ്യത്യസ്ത തരത്തിലുള്ള മേഘങ്ങളുണ്ട്. White clouds, വെള്ള മേഘമുണ്ട്, black clouds, ഇരുണ്ട മേഘമുണ്ട്, clouds with thundering noise, ആമേൻ, ഇതാ ഇടി മുഴക്കമുള്ള clouds മേഘമുണ്ട്, with rain, മഴയുള്ള മേഘങ്ങളുണ്ട്, clouds with storm, ആമേൻ, കാറ്റ് കൊണ്ടുവരുന്ന മേഘങ്ങളുണ്ട്. all different kinds of പല clouds are there. വ്യത്യസ്ത തരത്തിലുള്ള മേഘങ്ങളുണ്ട്. What was the cloud for Noah? നോഹയുടെ മുമ്പിലുള്ള മേഘം എന്തായിരുന്നു? Flood. അത് ജലപ്രളയത്തിന്റെ ഒരു Right? മേഘമായിരുന്നു. For Noah, the cloud was flood. ഒരു പ്രളയത്തിന്റെ For മേഘമായിരുന്നു. Joseph, what was the cloud? ജോസഫിന് ഏത് മേഘമായിരുന്നു? Cloud of jealousy. അത് അസൂയയുടെ ഒരു What മേഘമായിരുന്നു. was the cloud for Daniel? ദാനിയേലിന്റെ മുമ്പിലുള്ള മേഘം എന്തായിരുന്നു? Den of. സിംഹത്തിന്റെ ഗുഹയുടെ ഒരു മേഘമായിരുന്നു. You see anybody in Bible. നിങ്ങൾ വചനത്തിൽ ആരെ വേണമെങ്കിലും നോക്കിക്കോ. Many people and everybody have gone through a cloud. ആമേൻ, എല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിൽ For മറ്റൊരു രീതിയിൽ Shadrach, ഒരു Meshach മേഘത്തിൽ and Abednego. ശദ്രക്, മേശക്, അബേദ്നെഗോ, What was the cloud? അവരുടെ മേഘം എന്തായിരുന്നു? Fire. അത് അഗ്നിയായിരുന്നു. Right? Amen. So everybody have gone through different clouds. അതുകൊണ്ട് എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള മേഘത്തിൽ കൂടി In കടന്നുപോയി. New Testament, people have gone through different clouds. പുതിയ നിയമത്തിലും വ്യത്യസ്ത മേഘത്തിൽ കൂടി For കടന്നുപോയി. Apostle John, what was the cloud? അപ്പോസ്തലൻ യോഹന്നാൻ എന്തായിരുന്നു മേഘം? Isle of Patmos. പത്മോസ് എന്ന ദ്വീപായിരുന്നു. What Paul, what was the cloud? എന്തായിരുന്നു? പൗലോസിന്റെ Thorns in the flesh. ജഡത്തിലുള്ള ഒരു ശൂലമായിരുന്നു. What was the cloud for Peter? പത്രോസിന് എന്തായിരുന്നു? Unbelief അവിശ്വാസമായിരുന്നു. was a cloud. അതൊരു മേഘമായിരുന്നു. Many people had all different kinds of clouds. പലർക്കും പല വ്യത്യസ്ത തരത്തിലുള്ള മേഘങ്ങൾ ഉണ്ടായിരുന്നു. But I want to let you know, പക്ഷെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, in the midst of cloud, ഈ മേഘത്തിന്റെ നടുവിൽ when Noah was going through flood, നോഹ ഈ പ്രളയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ big rain, വലിയ മാരി അവിടെ ഉണ്ടായി. thundering noise, അവിടെ ഇടിമുഴക്കുന്ന ശബ്ദമുണ്ട്. lightning, അവിടെ മിന്നലുണ്ട്. something that they have never experienced അവർ before, മുമ്പേ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു something സാഹചര്യം, that they have never gone before. കടന്നു പോയിട്ടില്ലാത്ത ഒരു മറ്റൊരു But അനുഭവം. Bible says,
വചനം വിളിച്ചു പറയുന്നു. God found Noah. ആമേൻ. ദൈവം നോഹയെ And കണ്ടെത്തി. he gave grace. എന്നിട്ട് കൃപ ലഭിക്കാനിടയായി. Church, I want to ask you. സഭയോട് ഞാൻ ചോദിച്ചോട്ടെ, What kind of clouds are you going through? നിങ്ങൾ കടന്നു പോകുന്ന മേഘങ്ങൾ എന്താണ്? Everybody is going through a different cloud. എല്ലാവരും ഒന്നല്ലേ മറ്റൊരു രീതിയിലുള്ള Somebody is മേഘമുണ്ട്. battling in your family. ആമേൻ. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള യുദ്ധമായിരിക്കാം. Somebody is going through spiritual battle. അല്ല ആത്മീക രീതിയിലുള്ള Somebody is മേഘങ്ങളായിരിക്കാം. going through addictions. ആമേൻ. ചില Some അഡിക്ഷൻസിലുള്ളതായിരിക്കാം. of you are going through unbelief. ആമേൻ. ചിലപ്പോൾ അവിശ്വാസത്തിന്റെ Some of you are മേഘമായിരിക്കാം. going because of doubt. ചിലപ്പോൾ സംശയമായിരിക്കാം. Some of you go through rough phase. ആമേൻ. ചില കഷ്ടതയിൽ കൂടിയായിരിക്കാം. Family ties. ആമേൻ. ബന്ധങ്ങൾ, Generations. ആമേൻ. തലമുറകൾ, Spouse relationship. ഭാര്യ ഭർതൃബന്ധം, Faith related things. വിശ്വാസം രീതിയിലുള്ള We all go ആവശ്യങ്ങൾ. through different clouds. നാം എല്ലാവരും പല തരത്തിലുള്ള മേഘത്തിൽ കൂടി But കടന്നു I പോകും. want to give you one important thing. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. Every single cloud, ഈ ഓരോ മേഘത്തിലും God has His rainbow. ആമേൻ. ദൈവം തന്റെ മഴവില്ലിൽ In വെച്ചിട്ടുണ്ട്. every cloud, ഈ ഓരോ മേഘത്തിലും God has His rainbow. ദൈവം തന്റെ മഴവില്ലിൽ വെച്ചിട്ടുണ്ട്. That is the second point. അതാണ് എന്റെ രണ്ടാമത്തെ ചിന്ത. If there is a cloud, നിങ്ങളുടെ മുമ്പിൽ ഒരു മേഘമുണ്ടെങ്കിൽ there is a rainbow too. തീർച്ചയായിട്ടും ഒരു വില്ലനത്ത് വെച്ചിട്ടുണ്ട്. Let's read Genesis chapter 9 verse 12 till 17. ഉൽപ്പത്തി പുസ്തകം 9:12 മുതലുള്ള വാക്യങ്ങൾ I want വായിക്കാം. you all to come with me. എന്നോട് ചേർന്ന് വരിക. And God said, ദൈവം പറഞ്ഞു, I want louder, please. Help me out. This is the sign of the covenant which I made between me and you. And so it's not between just man and God, but between also man and every other living creature. That is, Amen. everybody who is, come on. Amen. മൃഗങ്ങൾ പോലും വിത്ത് യു ആണെങ്കിൽ മനുഷ്യന്റെ കാര്യം വിടണോ? Even if the animals that are with you, then should we leave the case for man? So my covenant is with you and everything that is with you for perpetual generations. That means from generation to generation. തലമുറയോളം. And verse 13, let's read louder. 13 ഉറക്കെ ചേർന്ന് വായിക്കാം. I set my rainbow in the cloud. What is that God saying? I set my rainbow in the cloud. ഞാൻ എൻ്റെ മഴവില്ല് ഞാൻ ഈ മേഘത്തിൽ വെച്ചിരിക്കുന്നു. It shall be for the sign of the covenant between me and the earth. And it shall be when I bring a cloud over the earth. That means 100% clouds will come, that the rainbow shall be seen. Amen. In the cloud. And the next verse. And then what I will do? And I will remember my covenant which is between me and you and every creature of all flesh. Water shall never again become a flood to destroy all flesh. The rainbow shall be in the cloud. And I will look on it to remember the everlasting covenant between God and every living creature of all flesh that is on the earth. And God said to Noah, this is the sign of the covenant which I have established between me and all flesh. Amen. What? See the word. I just want to pick that word. Amen. അവിടെയുള്ള Verse ഒരു പദം 13. 13 വാക്യത്തിലുള്ള ഒരു പദം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In clouds, Amen. മേഘത്തിൽ I will set my rainbow. ഞാൻ എൻ്റെ വില്ല് വെച്ചിട്ടുണ്ട്. I will set my rainbow. Amen. ഞാൻ എൻ്റെ മഴവില്ല് അതിൽ വെച്ചിട്ടുണ്ട്. And what is that rainbow? Is very singular. Amen. അവിടെ പറയുന്ന വില്ല് വളരെ ഏകവചനമാണ്. It's singular, rainbow. Amen. അവിടെ ഒറ്റപ്പദമായി ഏകവചനമായി പറയുവാണ്. Not rainbows. Amen. ഒരുപാട് മഴവില്ലുകളല്ല. There are all kind of clouds. Amen. ഒരുപാട് മേഘങ്ങളുണ്ട്. Black cloud. Amen. ഇരുണ്ട മേഘം. White cloud. വെളുത്ത മേഘം. Thundering cloud. Amen. ഇടിമുഴക്കമുള്ള മേഘം. Stormy cloud. കാറ്റ് കൊണ്ടുവരുന്ന മേഘങ്ങൾ. Rainy cloud. മഴ കൊണ്ടുവരുന്ന മേഘങ്ങൾ. Some of the clouds just makes noise. They don't rain. Amen. ചില മേഘങ്ങൾ ശബ്ദം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. Right? They will just make noise. Amen. ചില ശബ്ദം മാത്രം. I will destroy you. Amen. ഞാൻ തകർക്കും. I will kill you. ഞാൻ കൊന്നുകളയും. I will just tarnish you. ഞാൻ മുടിപ്പിച്ചു കളയും. But they don't do anything. പക്ഷെ ഒന്നും തന്നെ ചെയ്യില്ല. But some clouds don't make noise. Amen. പക്ഷെ ചില മേഘങ്ങൾ ഒന്നും ശബ്ദം They ഉണ്ടാക്കത്തില്ല. will really come hard. അവര് ശക്തിയോടെ വരും. They will really come hard. അവര് വളരെ ശക്തിയോടെ all kind of clouds. അതുകൊണ്ട് പല തരത്തിലുള്ള മേഘങ്ങളുണ്ട്. But for all kind of clouds, പക്ഷെ ഈ മേഘങ്ങളിലെല്ലാം ഒറ്റ മൂലിയേ ഉള്ളൂ.
Amen. There is only one answer. There's only one solution. Amen. ഒരു പരിഹാരം And മാത്രമേ that is the ഉള്ളൂ. rainbow of God. ദൈവത്തിന്റെ വില്ല് അതിൽ I വെച്ചിട്ടുണ്ട്. want to declare it today. Amen. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. No matter what clouds you are going through, നിങ്ങൾ കടന്നു പോകുന്ന ഏത് മഴവില്ലുമായി what കൊള്ളട്ടെ, cloud you are going through, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വില്ലുമായി God കൊള്ളട്ടെ, has set a rainbow over the cloud. ആ വില്ല് മേഘത്തിന്റെ മീതെ ഒരു വില്ല് ദൈവം പ്രഖ്യാപിച്ചു. You might not see the rainbow. നിങ്ങൾ ഇന്ന് ആ മഴവിൽ കാണുന്നില്ല. In every cloud you might not see the rainbow. എല്ലാ മേഘത്തിലും നിങ്ങൾ അത് കാണുകയില്ല. You will not see that rainbow. നിങ്ങൾ അത് കാണത്തില്ല. Sometimes the clouds are so dark. കാരണം ചിലപ്പോൾ ഈ മേഘങ്ങൾ വളരെ Sometimes it's so bad. അത് വളരെ It can come മോശപ്പെട്ടിരിക്കുകയാണ്. as doctor's report. അത് ചിലപ്പോൾ ഡോക്ടറിന്റെ റിപ്പോർട്ടായി It വരാം. can come as a rejection report. അത് ചിലപ്പോൾ തിരസ്കാരത്തിന്റെ ചില It can come as a relationship report. അത് ചിലപ്പോൾ ബന്ധങ്ങളുടെ ശിശിരത്തിന്റെ It can come as any kind of sickness. അത് ചിലപ്പോൾ ഏതെങ്കിലും രോഗത്തിന്റെ It രീതിയിൽ can വരും. come any kind and any shape. അവൻ ഏത് രൂപത്തിലും ഭാവത്തിലും അത് വരും. But I want to let you know പക്ഷേ today, ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, somebody need to receive it today. ഇന്ന് ചിലരത് ഏറ്റെടുക്കാൻ In തയ്യാറാണെങ്കിൽ every single cloud, എല്ലാ മേഘത്തിലും whether you see or not, നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും whether you agree or not, നിങ്ങൾ ചേർന്നതില്ലെങ്കിൽ God ഇല്ലെങ്കിലും has set a rainbow. ദൈവം ഒരു വില്ല് അതിൽ ചിലതൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട്. കാണുന്നില്ലെങ്കിലും, Even if you don't see it, ചിലതൊക്കെ നീ even അനുഭവിക്കുന്നില്ലെങ്കിലും, if you don't experience ചിലതൊക്കെ it, ഇരുട്ടായിരിക്കുമ്പോൾ, even if it is too dark, എങ്ങനെ മുൻപോട്ട് പോകും you might അറിയാതിരിക്കുമ്പോൾ, be wondering how will I move forward എല്ലാം താറുമാറായിരിക്കുമോ, when everything is ഒരു destroyed. വഴി തുറക്കുന്നില്ല, There's no other way എല്ലാ open. വഴി അടഞ്ഞിരിക്കുമ്പോൾ, All the ways are shut ഒരു before കാര്യം me. മനസ്സിലാക്കണം, No, one thing. എല്ലാ കാർമേഘത്തിനുള്ളിലും, In every cloud, എല്ലാ in കാർമേഘത്തിനുള്ളിലും every black നീ cloud, അറിയാതെ ദൈവം വെച്ചിരിക്കുന്ന even without you knowing ഒരു God has മഴവിലുണ്ട്. kept, there is a rainbow ഇന്ന് kept. പകൽക്കാലം This morning, എല്ലാ കാർമേഘത്തിനുള്ളിലും in every ഒരു മഴവിലുണ്ടെന്ന് there is a rainbow. വിശ്വാസ കണ്ണാൽ കാണുന്നവര് Can you just see it ഒന്ന് through your ദൈവത്തെ eyes by സ്തുതിക്കാൻ faith? പറ്റുമോ? Can we just praise Him? ഹല്ലേലൂയ. Hallelujah. എല്ലാ അസാധ്യങ്ങളെ നോക്കി, Let every എല്ലാ impossibility അസാധ്യങ്ങളെ നോക്കിക്കൊണ്ട്, before every എല്ലാ രോഗത്തെ impossibility, നോക്കിക്കൊണ്ട്, looking unto every എല്ലാ sickness, ക്ഷീണത്തെ നോക്കിക്കൊണ്ട്, looking at every weakness, എല്ലാ റിപ്പോർട്ടുകളെ looking നോക്കിക്കൊണ്ട്, into every report, അസാധ്യം എന്ന് പറയുന്നത് when everything says ഈ മനുഷ്യൻ impossible, മാറത്തില്ല, oh, this man will not ഈ change. മനുഷ്യൻ മാറത്തില്ല, This man will not ആ change. സ്ഥിതി മാറത്തില്ല. Oh, the situation will not എടാ, change. നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ No മാറുകയില്ല. matter how much you pray, I will not എടി, change. നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ No മാറുകയില്ല. matter if you pray, I will not ഞാൻ change. ഇങ്ങനെ തന്നെയാ. I will be just like this. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു The പറയുവാ, Holy Spirit says, ഇങ്ങനത്തെ എല്ലാ വാക്കിന്റെ മുമ്പിൽ I mean, before every word ഒരു such, മഴവില്ലിനെ നീ കാണാൻ പറ്റുമോ? if can you just see a പ്രാർത്ഥിക്കുന്ന rainbow ദൈവ പൈതലേ, to the one who is praying, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, To the one who is praying, ഉപവസിക്കുന്ന ദൈവ to the one പൈതലേ, who is fasting, ഒരു മഴവില്ലിനെ നീ കാണാൻ പറ്റുമോ? can you see a I want to rainbow? declare it today. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, Somebody need to see it. എത്ര പേർക്ക് അത് കാണുവാൻ Somebody need to കഴിയും? see a rainbow. എത്ര പേർക്ക് ഇന്ന് മഴവിൽ How കാണുവാൻ many of you can say, കഴിയും? I see that? എത്ര പേർക്ക് പറയാം, ഞാൻ Even കാണുന്നു, though I don't experience ഞാൻ it, അനുഭവിക്കുന്നില്ലെങ്കിലും but I see that. ഞാൻ അത് കാണുന്നു. Sometimes rainbow you won't see that rainbow ആമേൻ. ചിലപ്പോൾ നിങ്ങൾ ആ മഴവിൽ കാണുകയില്ല, until that cloud is past. ആ മേഘം പോയതിനു ശേഷമേ കാണത്തുള്ളൂ. Sometimes you don't see that rainbow ആമേൻ. ചിലപ്പോൾ നിങ്ങൾ ആ മഴവിൽ until കാണുകയില്ല, that storm is past. ആ ഒരു കാറ്റ് മാറിയതിനു ശേഷമേ And what കാണത്തുള്ളൂ. you feel is like this. ആമേൻ. നിങ്ങൾ Am I left alone? ഞാൻ ഇവിടെ ഏകനാണോ, Am I done? ഞാൻ എന്റെ കഴിഞ്ഞോ എല്ലാം, Is this the way I'm going to end up my life? ആമേൻ. എന്റെ ശിഷ്ടകാലം എങ്ങനെയായിരിക്കുമോ? I want to declare it by the authority of the word of God. ആമേൻ. ദൈവവചനത്തിന്റെ അധികാരത്തിൽ ഞാൻ വിളിച്ചു Your പറയട്ടെ, life is secured by Jesus Christ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് യേശുവിന്റെ കർത്താവായ യേശു. രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ. It has been bought by the blood of നിങ്ങളെ വലിയൊരു Jesus. പദ്ധതിയുമായിട്ടാണ് ദൈവം കൊണ്ടുവന്നത്. He has called you with a greater നിന്നെ plan. വിളിച്ചിറക്കിയപ്പോൾ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. There was a purpose when he called you നിന്നെ out. ദൈവം കണ്ടുവച്ചപ്പോൾ ചില പ്ലാനുകൾ When ഉണ്ടായിരുന്നു. God has seen you, he has made plans. ദൈവം നിന്നെ ഈ രാജ്യത്തിൽ കൊണ്ടുവന്നപ്പോൾ When God brought you this ചില land, പ്ലാനുമായിട്ടാണ് കൊണ്ടുവന്നത്. he has brought you with certain plans. ചില കാർമേഘം വന്നതുകൊണ്ട്, I mean, just because certain clouds ചില came, കാർമേഘങ്ങൾ വന്നതുകൊണ്ട് just because of fluke clouds ദൈവത്തിന്റെ came, പദ്ധതികൾക്ക് മാറ്റം വന്നിട്ടില്ല. doesn't mean that God's plans are ചില changed. രോഗങ്ങൾ വന്നതുകൊണ്ട് Just because you have some ദൈവിക sickness, പദ്ധതികൾ മാറിപ്പോയിട്ടില്ല. divine plans have not ചില changed. കഷ്ടതകൾ വന്നതുകൊണ്ട് Some troubles have come. ദൈവത്തിന്റെ കവനന്റ് ദൈവം മറന്നിട്ടില്ല. Doesn't mean God has forgotten his covenant. ചില ഫ്ലഡ് വന്നതുകൊണ്ട് Just because some flood has come, നിന്റെ മേലുള്ള ദൈവിക പദ്ധതി മാറിയിട്ടില്ല. God's plan over you ചില hasn't changed. മരണങ്ങൾ വന്നതുകൊണ്ട് Just because some has passed നിന്റെ മേലുള്ള away, ദൈവിക പദ്ധതികൾ മാറിയിട്ടില്ല. divine plans have not changed ചില over you. ജോലികൾ നഷ്ടപ്പെട്ടതുകൊണ്ട് Just because you lost some ദൈവിക job, പദ്ധതികൾ മാറിപ്പോയിട്ടില്ല. God's plans have not changed. ചില രോഗങ്ങൾ വന്നതുകൊണ്ട് Just because you are sick, ദൈവിക പദ്ധതി മാറിപ്പോയിട്ടില്ല. God's plan and purpose have യേശുവിന്റെ changed. നാമത്തിൽ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ In Jesus' ചില name. മഴവില്ലുകൾ പ്രത്യക്ഷമാകട്ടെ. Amen. Let some rainbows be revealed. Come on, ചില മഴവില്ലുകൾ പ്രത്യക്ഷമാകട്ടെ. Let certain rainbows be revealed. കർത്താവിന്റെ ദാസനെ, Amen. ദൈവത്യാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാ കാർമേഘങ്ങളുടെ മധ്യത്തിലും ഞാൻ ഒരു റെയിൻബോ പ്രതീക്ഷിക്കുന്നു. ഒരു റെയിൻബോ, ഒരു മഴവില്ല് യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി
സൗഖ്യമാക്കുന്ന, രോഗക്കടകം മാറ്റിവരിക്കുന്ന, അന്ധകാരത്തെ മണ്ഡലങ്ങൾ തകർക്കുന്ന യേശുവിന്റെ നാമത്തിൽ Hallelujah. I see a rainbow. I see a rainbow. I see a rainbow. I see a rainbow. Hallelujah. Can these dry bones live? Yes. The dry bones shall live. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? Come on, somebody need to say that. Somebody need to say that. Hallelujah. Hallelujah. Talk to enemy. നിങ്ങളുടെ ശത്രുവിനെ വിളിച്ചു പറ. Talk to enemy. ശത്രുവിനോട് വിളിച്ചു പറ. No matter what kind of cloud you bring in. നിങ്ങൾ എന്ത് തന്നെയുള്ള മേഘം What കൊണ്ടുവന്നാലും, kind of cloud you bring in. ഏത് മേഘം കൊണ്ടുവന്നാലും, Before the cloud comes, മേഘം വരുന്നതിന് മുമ്പ് തന്നെ God has set a rainbow for me. എന്റെ ദൈവം ഒരു മഴവിൽ God has വെച്ചിട്ടുണ്ട്. set a rainbow for me. എന്റെ ദൈവം ഒരു വില്ല് Hey, വെച്ചിട്ടുണ്ട്. somebody need to say that. എത്ര പേർക്ക് പറയാൻ I കഴിയും? see the rainbow. ഞാൻ ആ മഴവിൽ I see a കാണുന്നു. victory. ഞാനൊരു ജയം I see കാണുന്നു. a healing. ഞാനൊരു സൗഖ്യം കാണുന്നു. Hallelujah. 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 There was a young man. ഒരു He യവനക്കാരനുണ്ടായിരുന്നു. was Ezekiel. എസെക്കിയേൽ എന്ന പേര്. You know, by profession, he need to be a priest. തന്റെ തൊഴിലനുസരിച്ച് താൻ ഒരു പുരോഹിതനാവേണ്ടതാണ്. According to lineage, he need to be a priest. തന്റെ പാരമ്പര്യം അനുസരിച്ച് താൻ ഒരു പുരോഹിതനാകേണ്ടതാണ്. At the age of 30, 30-ാമത്തെ വയസ്സിൽ he was ready to be a priest. ഒരു പുരോഹിതനാവാൻ തയ്യാറായിരുന്നു. They were in Babylon. അവർ ബാബിലോണിലായിരുന്നു. And in Babylon, definitely they needed a priest. ബാബിലോണിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ ആവശ്യമായിരുന്നു. But suddenly a cloud came. പക്ഷെ പെട്ടെന്ന് ഒരു മേഘം Suddenly a cloud came. ഒരു മേഘം വരുവാനിടയായി. Picked him from the priestly ministry. അവനെ ആ വ്യക്തിയെ പുരോഹിത ശുശ്രൂഷയിൽ നിന്നെടുത്ത് God turned into a prophetic ministry. തന്നെ ഒരു പ്രവചനിക ശുശ്രൂഷയാക്കി മാറ്റി. The most dangerous ministry. ഏറ്റവും ഭയാനകമായ ഒരു ശുശ്രൂഷയാണ്. In Babylon, ബാബിലോണിൽ it was very safe to be a priest. ഒരു പുരോഹിതനായിരിക്കുന്നത് വളരെ എളുപ്പമാണ്. But to be a prophet was very difficult. പക്ഷേ ഒരു പ്രവാചകനാകുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. Because everybody hated prophecy. കാരണം എല്ലാവർക്കും പ്രവചനം അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. Because they now no longer believe in God. കാരണം ഇപ്പോൾ അവർ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ഇപ്പോൾ അടിമത്തത്തിലാണ്. In Babylon, അവർ ബാബിലോണിലാണ്. a cloud came. അവിടെ ഒരു മേഘം വന്നു മൂടി. And God said, "Come out." ദൈവം പറഞ്ഞു, പുറത്തു വരിക. I am going to bring a cloud over you. ഞാൻ നിന്റെ മീതെ ഒരു മേഘം കൊണ്ടുവരികയാണ്. Ezekiel was very, very wavering. എസെക്കിയേൽ ഒരുപാട് He didn't know what to do. എന്ത് ചെയ്യണമെന്ന് എസെക്കിയേലിന് I was അറിയില്ല. very comfortable. ഇവിടെ ഞാൻ വളരെ God is സുരക്ഷിതനായിരുന്നു. moving me out. ദൈവം എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. But Ezekiel 1:4 says, എന്തെങ്കിലും എസെക്കിയേൽ 1:4 പറയുന്നു. Then I looked and behold, come on, let's read. A whirlwind was coming out of the. This time it's not just cloud, but what is that? Oh my God! A great cloud with raging fire engulfing itself. So this cloud is different cloud with fire and with what? Whirlwind. ഇത് വ്യത്യസ്തമായ ഒരു മേഘമാണ്. ഇതിൽ അഗ്നിയുണ്ട്, കൊടുങ്കാറ്റുണ്ട്. And brightness was all around it, and radiating out of its midst like the color of amber out of the midst of fire. Verse 26, same thing, verse 26. And above the firmament over their head was likeness of a throne, in appearance like a sapphire stone. On the likeness of the throne was a likeness with the appearance of man high above it. And then verse 28, like the appearance of a. Amen. Hallelujah. Come on, like the appearance of a in the cloud on a. Amen. Simple answer is this. ഇതിന്റെ ഏറ്റവും ചെറിയ For Ezekiel, now he know why it is. എസെക്കിയേലിന് ഇപ്പോൾ അറിയാം എന്തുകൊണ്ടാണെന്ന്. I've been pushed into whirlpool. ഇപ്രകാരമുള്ള ഒരുപാട് a wind and storm. കൊടുങ്കാറ്റിലേക്ക് എന്നെ എറിയുകയാണ്. I've been pushed into cloud. ഈ ഒരു മേഘത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. Why would God do that? എന്തിനു വേണ്ടി ദൈവം എന്നോട് ചെയ്യണം? But then he sees a rainbow. അതിന്റെ നടുവിൽ ഒരു മഴവിൽ കാണുകയാണ്. ചിലർ ചോദിക്കുന്നില്ലയോ? Some people are asking, right? എന്നെ വേണമായിരുന്നു കർത്താവേ. God, why did you choose me? എന്നെ വേണമായിരുന്നു. Why did you do this to me? ഞാൻ വേണമായിരുന്നു. You wanted me? പക്ഷേ അങ്ങനെ ചോദിക്കുന്ന എസെക്കിയേലിനോട് ദൈവാത്മാ പറയുവാ. To the Ezekiels who are asking that. Rainbow is there. I have kept a rainbow. എസെക്കിയേൽ അപ്പഴേ പിടികിട്ടി റെയിൻബോ കണ്ടപ്പോൾ. When the rainbow was seen, Ezekiel understood that there is a plan of God. ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലായി. And that takes me to last point. എന്റെ അവസാനത്തെ ചിന്തയിലേക്ക് ഞാൻ വരട്ടെ. Because there was a throne ഒരു സിംഹാസനം that we see in Ezekiel. എസെക്കിയേൽ കാണുന്ന ഒരു സിംഹാസനം ഉണ്ട്. So it takes me that there is a
throne that is set for us. ആമേൻ, നമുക്ക് വേണ്ടി ഒരു സിംഹാസനം വെച്ചിട്ടുണ്ട്. Revelation chapter 4 verse 2 and 3. Let's read louder. Immediately I was in the spirit, and behold, a throne was in Noah's time. I set my rainbow. നോഹയുടെ സമയത്ത് ഞാൻ എൻ്റെ വില്ല്, മഴവില്ല് ഞാൻ വെച്ചിട്ടുണ്ട്. John in the Isle of Patmos. പത്മോസിന്റെ ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ, I've set my throne. ഞാൻ എൻ്റെ സിംഹാസനം ഉറപ്പിച്ചു പഴയ വെച്ചിരിക്കുകയാണ്. നിയമത്തിൽ മഴവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. If in the Old Testament God has set a rainbow, പുതിയ നിയമത്തിൽ ദൈവം മഴവിൽ കൊണ്ടൊന്നുമല്ല കാര്യം I നടത്തുന്നത്. mean in the New Testament it's not just with the rainbow, തന്റെ സിംഹാസനം ഇറക്കി but വെക്കും. he has established and kept his throne itself. Apostle John I mean യോഹന്നാൻ apostle, നാട് കടത്തിയിട്ട് പത്മോസ് ദ്വീപിൽ വന്ന് കിടക്കുക. I mean he has been in exile and been ഇന്നലെ വരെ ഇതിൽ കൂടി വന്നവരെല്ലാം മരിച്ചു. Everyone who came to Isle of Patmos have died. ആരൊക്കെ Isle of Patmosൽ എത്തി, I mean whoever have come to this Isle of അവരെല്ലാം Patmos, മരിച്ചുപോയി. they have all died. അവർക്കാർക്കും ജീവനില്ല. None of them are living. അവർക്കൊന്നും ഒരു ഹോപ്പുമില്ല. None of them have any hope. സാഹചര്യം പറയും. I mean the situation will say, സാഹചര്യം പറയും, the situation will say, നീയും മരിക്കും. you will also die. ഇതുപോലെ പോയവരെല്ലാം മരിച്ചു. I mean the one who went with you all died. നിങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കുന്ന പോലെ, I mean just like you look in YouTube. ഞാൻ ഈ പ്രശ്നത്തിലാണ് കടന്നു പോകുന്നത്. I mean I'm going through this problem. സൊല്യൂഷൻ പറ. I mean tell me the solution. മെന്റൽ ഹെൽത്തിന് സ്പെഷ്യലി യൂട്യൂബ് നോക്കുവാണെങ്കിൽ I mean especially if you're looking for mental health. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് മെന്റൽ ആണെന്ന്. I mean you will also feel that you are also mental. റൈറ്റ്? ആ പ്രശ്നങ്ങൾ ഇത്രയും പ്രതികൂലങ്ങൾ അതിനകത്തുള്ളത്. I mean that much more problems. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളാ. Maybe it's a very small issue. നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും, is it something that is happening to me? I mean എനിക്കും ഇത് സംഭവിക്കുകയാണെന്ന് നാം ചിന്തിക്കും. ഞാൻ നാർസിസം ഒരു പക്ഷേ ടൈപ്പ് ചെയ്തു. I mean once I typed narcissism. എല്ലാം നോക്കുമ്പോൾ I feel like ഞാനും ഇനി അതാണോ എന്ന്. I mean when I got the answers and result I felt am I also a narcissist? The thing is that when you read or go through somebody else experience, I mean മറ്റൊരു വ്യക്തിയുടെ അനുഭവം നാം വായിക്കുമ്പോൾ many times you get depressed. I mean ചിലപ്പോൾ നാമം Is that the വിഷാദത്തിലാവും. same thing going to happen to ഇത് me? തന്നെയാണോ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? യോഹന്നാനും ചിന്തിച്ചാണോ ഇതാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? Maybe John also thought this is what going to happen to me. പക്ഷേ അവന്റെ ആ സാഹചര്യത്തിൽ But even in the midst of that, ദൈവം പറയുന്നത് എന്താ അറിയാമോ? this is what the Lord says. ഞാൻ എന്റെ സിംഹാസനം ഇറക്കി തരും. I have kept down He my looked upon. യോഹന്നാൻ നോക്കിയപ്പോൾ He is seeing a rainbow. അവൻ ഇതാ ഒരു മഴവിൽ And കാണുകയാണ്. then what he is seeing there? എന്താണ് പിന്നെ അവിടെ A കാണുന്നത്? throne is set in heaven. അവൻ സ്വർഗ്ഗത്തിൽ ഒരു And സിംഹാസനം it is not an നിൽക്കുന്നു. empty throne. അത് ശൂന്യമായിരിക്കുന്ന Come on, read. സിംഹാസനമല്ല. One sat on the throne, and he who sat there was like a jasper and a sardius stone in appearance, and there was a around. See, Old Testament and New Testament coming together. പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. If you believe in rainbow, നിങ്ങൾ മഴവില്ലിൽ വിശ്വസിക്കുന്നെങ്കിൽ rainbow is there. ആ മഴവിൽ നിങ്ങൾക്ക് If you see a throne, നിങ്ങൾക്ക് a സിംഹാസനമുണ്ടെങ്കിൽ throne is ആ there. സിംഹാസനമുണ്ട്. But this throne is not empty. പക്ഷേ ഈ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയില്ല. Someone is sitting on the അതിന്റെ throne. മീതെ ഇരിക്കുന്ന ഒരുവനുണ്ട്. Someone is sitting on the throne. അതിന്റെ മീതെ ഒരുവൻ I want to ഇരിക്കുന്നുണ്ട്. let you know that. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Hallelujah. Hallelujah. 1 Corinthians 10:13 says, 1 കൊരിന്ത്യർ 10:13 പറയുന്നു, no temptation has overtaken you ആമേൻ, നിങ്ങളെ അതിജീവിച്ച ഒരു except ടെംപ്റ്റേഷനുമില്ല. such as in common to man. ആമേൻ, മനുഷ്യർക്കല്ലാത്തത്. But God is faithful, വിശ്വസ്തനായ ദൈവം, who will not allow you to be, come on, louder, to be tempted beyond what you are able. നിങ്ങൾക്ക് കഴിവിനപ്പുറമായുള്ള പ്രശ്നങ്ങൾ തരാത്തൊരു ദൈവം. But with the temptation ആമേൻ, ആ ഒരു will ടെംപ്റ്റേഷൻ also make a way of അതിൽ കൂടി ഒരു escape. That means വഴി he will തുറക്കും. create an exit door. ആമേൻ, ഒരു എക്സിറ്റ് ഡോർ ഉളവാക്കുന്ന ദൈവം. Exit door ഇല്ലാതെ നിങ്ങളെ എങ്ങും ദൈവം കൊണ്ടുപോകും. God will never take you to a place without making an exit door. നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നത്തിന് The problems that you're facing ഒരു today, എക്സിറ്റ് ഡോർ ഉണ്ട്. there is an exit door. ഇതിനൊരു വഴിയുണ്ടോ? I mean, is there a way in this? അവന് വഴിയുണ്ട്. There is a way in this. വെള്ളത്തിന് മീതെ അവന് വഴിയുണ്ട്. There's a way over the waters. ഹലോ, വെള്ളത്തിന് മീതെ അവന് വഴിയുണ്ട്. There is a way over the waters. വായു മണ്ഡലത്തിന് വഴിയുണ്ട്. There is a way in the air. അസാധ്യമെന്ന് പറഞ്ഞ ഡിക്ഷണറിക്കത്തില്ല. I mean, there is no impossibility in the ഇതിനകത്തൊരു dictionary. പോംവഴിയുണ്ടോ? I mean, is there an answer in this? ഇന്നലെ ചോദിച്ചവരുണ്ടല്ലോ. I mean, there is a people who ഇതിനകത്തൊരു ask this. പോംവഴിയുണ്ടോ? Oh, is there an answer in ദൈവപ്പ this? നിന്നെ നോക്കിയാ The പറയുന്നത്. Holy Spirit is looking unto me and ഇതിനകത്ത് saying, എക്സിറ്റ് ഡോർ ഉണ്ടാക്കിയിട്ടാ ഞങ്ങളോട് ഇറക്കിയത്. I have made an exit door before ഒരു sending you എക്സിറ്റ് out. ഡോർ ഉണ്ടാക്കിയിട്ടാ ഇവിടെ I ഇറക്കിയത്. have surely made an exit door ഒന്ന് before ദൈവത്തെ sending you സ്തുതിക്കാൻ out. പറ്റുമോ? Can we just praise him this ഇന്ന് morning? പകരം ചില ദൈവത്തെ സ്തുതിക്കാൻ This പറ്റുമോ? morning can some ഒരു worship എക്സിറ്റ് God? ഡോർ ദൈവം നിനക്ക് വേണ്ടി God ഒരുക്കിയിട്ടുണ്ട്. has made some exit doors. ഇതിനകത്ത് പൂട്ടി വെക്കത്തില്ല. Not to make you locked നീ up in ഇതിനകത്ത് goodness. തകർന്നു പോകത്തില്ല. You will not be destroyed in it. ഇതിനകത്ത് തകർന്നു You പോകത്തില്ല. will not be destroyed in നിന്നെ it. ദൈവം പണിഞ്ഞെടുക്കും. God will build you up. Hallelujah. Hallelujah. Isaiah 43:2 says, യെശയ്യാ 42 and let's read it together. ചേർന്ന് നമുക്ക് വായിക്കാം. When you pass through waters,
Amen. Hallelujah. Come on. When you pass through waters, I will be with you. And through the rivers, they shall not overflow you. When you walk through fire, you shall not be burned, nor shall the flame scorch you. Can somebody praise God today? വിശ്വസിക്കുന്നുണ്ടോ? Amen. Do you believe that it will not touch you? Do വിശ്വസിക്കുന്നുണ്ടോ? you believe that it will not touch you? ദൈവം എന്നെ ഓർപ്പിക്കുന്നു. The Holy Spirit reminds me. എനിക്കറിയാം സ്ലൈഡ് ഇല്ല. Amen. I know that's so slide. But I want to tell you. ഒരു കാര്യം ഞാൻ പറയട്ടെ. Hebrew chapter 11. ഹെബ്രായ ലേഖനം 11 അധ്യായം. You have a list of people who have faith, right? Amen. വിശ്വാസത്തിന്റെ ഒരു പട്ടിക അവിടെ ഉണ്ട്. Right, you have people who have faith. Amen. വിശ്വാസികളുടെ ഒരു പട്ടികയുണ്ട്. From Abraham. അബ്രഹാം മുതൽ. From Noah. നോഹ മുതൽ. Elijah. ഏലിയാവ്. Elisha. Elisha. And Jericho fell down. Amen. യെരിഹോ മതിലുകൾ വീഴുന്നു. We hear about Rahab. Amen. രാഹാബിനെ കുറിച്ച് വായിക്കുന്നു. We hear about many dead people raised. Amen. മരിച്ച അനേകർ ഉയർത്തെഴുന്നേൽക്കുന്നത് We കാണുന്നു. hear about women got their men. മരിച്ചവരെ മടക്കി ലഭിച്ച സഹോദരിമാരെ കുറിച്ച് കാണുന്നു. A list of people who got delivered. ആമേൻ. വിടുവിക്കപ്പെട്ട ഒരു പട്ടിക തന്നെ നമുക്ക് അവിടെ A കാണുന്നു. list of people who got delivered. ആമേൻ. വിടുവിക്കപ്പെട്ട ഒരു നീണ്ട പട്ടിക അവിടെ But കാണുന്നു. that is not my point. പക്ഷേ അതൊന്നുമല്ല പറയാൻ There നിൽക്കുന്നത്. is one other list. മറ്റൊരു പട്ടിക അവിടെ ഉണ്ട്. There is another list. മറ്റൊരു പട്ടിക അവിടെ ഉണ്ട്. Verse 36. ആമേൻ. 36 വാക്യം. Till others had trial of mockeries and scourging, yes, and of chains and imprisonment. They were stoned, they were sawn in two, ആമേൻ. they were tempted, were slain with sword. They wandered about in sheepskins and goatskins, being destitute, afflicted, tormented, of whom the world was not worthy. That means വായിച്ച വാക്യത്തിന്റെ അർത്ഥം you will find grace. നിങ്ങൾ കൃപ കണ്ടെത്തും. There are two kinds of grace. രണ്ട് തരത്തിലുള്ള കൃപയുണ്ട്. Grace number 1. ഒന്നാമത്തെ തരത്തിലുള്ള കൃപ, you will see the deliverance. നിങ്ങൾ തീർച്ചയായിട്ടും വിടുതൽ You will കാണും. see the deliverance. തീർച്ചയായിട്ടും വിടുതൽ കാണും. There is a grace number 2. രണ്ടാമത്തെ കൃപ, no, it's the same grace but the second another character of that grace. ആമേൻ. അത് ഒരു കൃപ തന്നെയാണ്, പക്ഷേ അതിന്റെ വ്യത്യസ്ത രീതിയാണ്. Sometimes God will not remove cloud. ആമേൻ. ചില സമയത്ത് ദൈവം ആ മേഘം എടുത്തു മാറ്റില്ല. God want you to pass through that cloud. ആമേൻ. ആ മേഘത്തിൽ കൂടി കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. There are sometimes God wants you to pass through the fire. ചില സമയത്ത് ആ അഗ്നിയിൽ കൂടി തന്നെ കടന്നു പോകാൻ ദൈവം Sometimes God ആഗ്രഹിക്കുന്നു. wants you to pass through prison. ആമേൻ. ചിലപ്പോൾ കാരാഗൃഹത്തിൽ കൂടി കടന്നു പോകാൻ ദൈവം Sometimes God ആഗ്രഹിക്കുന്നു. wants you to pass through the thorns of flesh. ആമേൻ. ജഡത്തിലെ ശൂലത്തിൽ കൂടി കടന്നു Paul പോകാൻ says, ദൈവം I ആഗ്രഹിക്കുന്നു. prayed and I prayed. പൗലോസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും God said, പ്രാർത്ഥിച്ചു. my grace is ദൈവം sufficient for പറഞ്ഞു, you. എന്റെ കൃപ നിനക്ക് മതി. Every time do not expect the cloud to move ആമേൻ. out. ഓരോ സമയത്തും നിങ്ങളുടെ മേഘം മാറുവാൻ നിങ്ങൾ But there are ആഗ്രഹിക്കുന്നു. times that you have to pass through. ആമേൻ. ചില സമയത്ത് അതിൽ കൂടി But കടക്കേണ്ടത് one ആവശ്യമാണ്. thing is guaranteed. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. One thing is ഒരു guaranteed. കാര്യം ഉറപ്പാണ്. When you pass through waters, നിങ്ങൾ ആ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ it will not overflow you. അത് നിങ്ങളുടെ മീതെ When കവിയുകയില്ല. you pass through fire, നിങ്ങൾ അഗ്നിയിൽ കൂടി കടന്നു it will പോകുമ്പോൾ not ablaze you. അഗ്നിജ്വാല നിങ്ങളെ When you ദഹിപ്പിക്കുകയില്ല. go through rivers, നിങ്ങൾ നദിയിൽ കൂടി കടന്നുമ്പോൾ it will not drown you. അത് നിങ്ങളെ മുക്കിക്കളയുകയില്ല. Because God says, ദൈവം പറയുന്നു, I am with you. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. I am with you. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. Hallelujah. Hallelujah. When God doesn't move clouds, ആമേൻ. ദൈവം മേഘം മാറ്റാത്തപ്പോൾ, when God doesn't move clouds, ദൈവം മേഘം മാറ്റാത്തപ്പോൾ, can you still believe in God? ആ ദൈവത്തിൽ ഇന്നും വിശ്വസിക്കാമോ? Can you still believe in ആ God? ദൈവത്തിൽ വീണ്ടും When God വിശ്വസിക്കാമോ? doesn't do a miracle, ദൈവം ഒരു അത്ഭുതം ചെയ്യാത്തപ്പോഴും, even in the midst of rainbow, ആമേൻ, ആ ഒരു മഴവില്ലിന്റെ when you നടുവിലും don't see an answer, നിങ്ങൾ ഉത്തരം കാണാതിരിക്കുമ്പോൾ, somebody need to say, എത്ര പേർക്ക് പറയാൻ I still കഴിയും? believe in my God. ഞാൻ ആ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? How many of you can pray? എത്ര പേര് ആരാധിക്കാൻ How പറ്റും? many are ready to How many worship? of you can worship God for this? ആമേൻ. ഇതിനു വേണ്ടി ദൈവത്തെ ഇതിനു വേണ്ടി ആരാധിക്കാൻ പറ്റുമോ? How many of you can worship based on മഴവില്ല് this? കാണുമ്പോൾ Amen. When you see the rainbow, കാർമേഘം മാറും. amen, the clouds will be പക്ഷെ moved. ചില കാർമേഘം മാറത്തില്ല. But certain clouds will നീ not അതിൽ move. കൂടി കടന്നു പോകുമ്പോൾ When you pass through it, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. the fire will not overkindle ഒരു you. നദിയും നിന്നെ കവിഞ്ഞൊഴുകയില്ല. No rivers will drown you. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയുക, The Holy Spirit is saying, ചിലർ ഇപ്രകാരം കടന്നു പോകുന്നുണ്ടല്ലോ, amen, certain are going through ചിലർ this. ഇപ്രകാരം കടന്നു പോകുന്നുണ്ടല്ലോ. If you're going through നിങ്ങൾ this, പറയുന്നില്ലേ ഗ്രേസ് എന്തിയേ? I mean, you may ask, where is grace? ഗ്രേസ് എന്തിയേ? Where is this grace? ഗ്രേസ് ഉള്ളതും കൊണ്ടാ നിങ്ങൾ നിന്നു പോകുന്നത്. Amen. It is because of grace you're മരിച്ചു still standing. പോകാതിരിക്കുന്നത് ഈ കൃപയാണ്. Amen. It is because of grace you're still alive. മരിച്ചു പോകാതിരിക്കുന്നത് ഈ കൃപയത്രേ. Amen. It is the grace that is keeping you ഇന്നും alive. ശ്വസിക്കുന്നത് കൃപയത്രേ. Amen. You are still breathing because of that grace. നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ? Amen. Even if you cannot walk, ഓടാൻ പറ്റിയില്ലെങ്കിൽ even എന്താ? if you cannot run,
ഇന്ന് ശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ, If you can still breathe, ഇന്നും ആരാധിക്കാൻ if you പറ്റുന്നുണ്ടല്ലോ. can still worship, Hallelujah. hallelujah. കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എന്ത്? Amen. No matter what you don't have, കുഞ്ഞുങ്ങൾ ഉണ്ടോ ഇല്ലയോ, Amen. Whether you have children or ഇന്നും not, ദൈവം നിനക്ക് പ്രവർത്തിക്കുന്നില്ലയോ? Amen. Even today, God അവൻ is working. മരിച്ചവനല്ല, Amen. He is അവൻ not a dead മരിച്ചവനല്ല, God. He is not a dead അവൻ God. ജീവനുള്ളവനത്രേ, He is a living അവൻ God. ജീവനുള്ളവനത്രേ. He is a living God. എന്നിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can we just പറ്റുമോ? rise up and start worshiping Him? എന്നിട്ട് ദൈവത്തെ സ്തുതിക്കാൻ Can we പറ്റുമോ? just stand up and Can we give all Him the rise up? glory? Can we all rise up? അക്കരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തി Let's give God glory, honor and praise. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കട്ടെ. Hallelujah. Hallelujah.